നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാന ബജറ്റ് മൂവാറ്റുപുഴയിൽ 182 കോടി രൂപയുടെ പദ്ധതികൾ ഇടം പിടിച്ചു. മാത്യു കുഴൽനാടൻ MLA 23 പദ്ധതികളാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും സമർപ്പിച്ചത്. CSR ഫണ്ട് തട്ടിപ്പ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. വൻ തട്ടിപ്പ് നടന്നത് സ്കൂട്ടർ വാഗ്ദാനം ചെയ്തെന്ന് പോലീസ്. ബിനാമി അക്കൗണ്ടുകളിലേക്ക് പണം പോയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. നഗരസഭ 13-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്ന VD സതീശൻ. AHSTA സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്നത്. സംസ്ഥാന ബജറ്റ് മൂവാറ്റുപുഴയ്ക്ക് നിരാശ മാത്രം. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള മൂവാറ്റുപുഴയ്ക്ക് ഇണങ്ങുന്ന പദ്ധതികളൊന്നും ബജറ്റിൽ ഉൾപ്പെട്ടില്ല. മുൻ MLA എൽദോ എബ്രഹാം. മൂവാറ്റുപുഴ നഗരസഭ ഉപതെരഞ്ഞെടുപ്പ് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഷംസുൽ ഉലാമ ഇസ്ലാമിക് സെന്റർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ കലാസ്വാദക സമിതി ഗാനമേളയും അനുസ്മരണവും സംഘടിപ്പിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. വർണ്ണം വനിതാ സാംസ്കാരിക കൂട്ടായ്മ രൂപീകരിച്ചു. പേഴിക്കപ്പള്ളിയിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ ആഭിമുഖ്യത്തിലാണ് കൂട്ടായ്മ രൂപീകരിച്ചത്. വാർത്തകൾ വിശദമായി. സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപുഴയിൽ 182 കോടി രൂപയുടെ 21 പദ്ധതികൾ ഇടം പിടിച്ചെന്ന് മാത്യു കുഴൽനാടൻ MLA. മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കും തൊടുപുഴ പിറവം റോഡിൽ മാളിക മുതൽ കരിപ്പന വരെയുള്ള ഭാഗം നവീകരിക്കുന്നതിനും ബജറ്റിൽ അനുമതി ലഭിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും സമർപ്പിച്ച 182.65 കോടി രൂപയുടെ 21 പദ്ധതികൾക്ക് ഇടം ലഭിച്ചതായി മാത്യു കുഴൽനാടൻ MLA. മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കും തൊടുപുഴ പിറവം റോഡിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ ഭാഗമായ മാളിക മുതൽ കരിമ്പന വരെയുള്ള ഭാഗം ഉന്നത നിലവാരത്തിൽ നവീകരിക്കുന്നതിനും ബജറ്റിൽ അനുമതി ലഭിച്ചു. 23 പദ്ധതികളാണ് സംസ്ഥാന ബജറ്റിലേക്ക് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും സമർപ്പിച്ചത്. എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം മൂലം മറ്റ് പദ്ധതികൾ പരിഗണിക്കാതെ മാറ്റിവെക്കുകയായിരുന്നെന്ന് MLA അറിയിച്ചു. ഈ ബജറ്റിൽ 2024-25 വർഷത്തെ ഈ ബജറ്റിൽ പൊതുവെ ആവേശകരമല്ലാത്ത ഒരു ബജറ്റായിരുന്നു. മൂവാറ്റുപുഴയെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷകളോ വലിയ സന്തോഷം നിറയുന്ന വാർത്തകളൊന്നുമില്ല. നമുക്ക് ലഭിച്ചിട്ടുള്ളത് മാളിക കരിമ്പന റോഡിന് 5 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ ദീർഘകാലമായി പറയുന്ന നമ്മുടെ MVP കനാലിന്റെ മെയിൻ്റനൻസ്, കാരണം കനാൽ മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിന്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും എല്ലാം വലിയ പ്രയാസത്തിലായിരുന്നു. MVP കനാലിന്റെ പൊതുവായിട്ടുള്ള മെയിൻ്റനൻസിനും പ്രവർത്തനങ്ങൾക്കുമായി 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മറ്റ് വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാർഷിക മേഖലയെ സംബന്ധിച്ച് നിരവധി പദ്ധതികൾ നൽകിയിരുന്നുവെങ്കിലും വിദ്യാഭ്യാസ മേഖലയും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയും, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് വിപുലമായ പദ്ധതി നൽകിയിരുന്നുവെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് പൊതുവെ എല്ലാ പദ്ധതികളും മടക്കുകയോ അല്ലെങ്കിൽ പരിഗണിക്കാതെ മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ടോക്കൺ നൽകി നമ്മൾ സമർപ്പിച്ചിട്ടുള്ള പദ്ധതികൾ 182 കോടി രൂപയുടെ പദ്ധതികൾ ബഡ്ജറ്റിൽ ഇടം പിടിച്ചു എന്നത് ശരിയാണ്. എന്നിരുന്നാലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിനെല്ലാം കാരണമെന്നാണ് സർക്കാരും മന്ത്രിയും ഒക്കെ അറിയിച്ചിട്ടുള്ളത്. മൂവാറ്റുപുഴയുടെ മുന്നോട്ടുള്ള യാത്രയിൽ നേടാൻ കഴിയുന്നതും കിട്ടാൻ കഴിയുന്നതുമായ പരിശ്രമവുമായി വീണ്ടും മുന്നോട്ട് പോകാം. മാളിക മുതൽ കരിമ്പന വരെയുള്ള ഭാഗം ഉന്നത നിലവാരത്തിൽ നവീകരിക്കുന്നതിന് 5 കോടി രൂപ അനുവദിച്ചു. പദ്ധതി തുകയുടെ 20% വരുന്ന 1 കോടി രൂപയുടെ സാമ്പത്തിക അംഗീകാരം ബജറ്റിൽ ലഭിച്ചു. പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചാൽ 5 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നടക്കുവാൻ സാധിക്കും. 6 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് BMBC നിലവാരത്തിൽ നവീകരിക്കുന്നത്. എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കുവാൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത്. തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ, കോട്ടയം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലെ 37 പഞ്ചായത്തുകളിലും 5 മുനിസിപ്പാലിറ്റികളിലും പ്രയോജനം ലഭിക്കുന്ന മൂവാറ്റുപുഴ വാലി പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ബജറ്റ് വിഹിതം ഉപകരിക്കും. CSR ഫണ്ട് തട്ടിപ്പിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. വൻ തട്ടിപ്പ് നടന്നത് സ്കൂട്ടർ വാഗ്ദാനം ചെയ്താണെന്ന് പോലീസ്. അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ലഭിച്ച രേഖകളിൽ നിന്നാണ് പോലീസ് നിഗമനം.
40,000 പേരിൽ നിന്നായി സ്കൂട്ടറിന് പകുതി പണമായി 60,000 രൂപ വാങ്ങിയതായാണ് ബാങ്ക് രേഖകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 18,000 പേർക്ക് സ്കൂട്ടർ നൽകി. 1 ലക്ഷത്തോളം പേരിൽ നിന്ന് വാങ്ങിയ രേഖകൾ പോലീസിന് ലഭിച്ചു. 33,000 പരാതികളെങ്കിലും ഇനിയും വരാനുണ്ടെന്നാണ് പോലീസ് നിഗമനം. മൂവാറ്റുപുഴ നഗരസഭ 13ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മേരിക്കുട്ടി ചാക്കോയ്ക്കാണ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ VD സതീശൻ വിജയാശംസകൾ നേർന്നത്. മാത്യു കുഴൽനാടൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, മണ്ഡലം പ്രസിഡന്റ് KA അബ്ദുൾ സലാം തുടങ്ങിയവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപുഴയ്ക്ക് നിരാശ മാത്രമാണെന്ന് മുൻ MLA എൽദോ എബ്രഹാം. കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന മാത്യു കുഴൽനാടൻ MLA കഴിഞ്ഞ 44 മാസം കൊണ്ട് നാടിനെ പിന്നോട്ട് നടത്തിയെന്നും എൽദോ എബ്രഹാം. 2025-26 സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപുഴയ്ക്ക് നിരാശ മാത്രമാണെന്ന് മുൻ MLA എൽദോ എബ്രഹാം. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള മൂവാറ്റുപുഴയ്ക്ക് ഇണങ്ങുന്ന ഒരു പദ്ധതിയും ബജറ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന റിംഗ് റോഡുകൾക്കോ മണ്ഡലത്തിലെ പ്രധാന പാതകളുടെ നിർമ്മാണത്തിനോ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലേക്കോ ബജറ്റിൽ നിന്ന് പണം അനുവദിപ്പിക്കാൻ മാത്യു കുഴൽനാടൻ MLAക്ക് കഴിഞ്ഞില്ല. മാത്യു കുഴൽനാടൻ MLAയുടെ അനാസ്ഥ മൂലമാണ് മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിന് ഈ ബജറ്റിലും പരിഗണന ലഭിക്കാതെ പോയതെന്നും എൽദോ എബ്രഹാം. ഈ മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ സ്ഥിതി പരിശോധിച്ചാൽ മൂവാറ്റുപുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ നിയമസഭാ സാമാജികൻ്റെ ശ്രീ മാത്യു കുഴൽനാടൻ MLAയുടെ അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കൊണ്ടും അനാസ്ഥ കൊണ്ടും മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിന് ഈ ബജറ്റിലും ഒരു പരിഗണനയും ലഭ്യമായിട്ടില്ല എന്ന് കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ 4 വർഷക്കാലത്തെ അനുഭവം അതാണ്. 2022, 23, 23, 24, 24, 25, 25, 26 ഇങ്ങനെ ഈ 4 ബജറ്റുകൾ പരിശോധിച്ചാൽ ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിക്കും പണം അനുവദിച്ചിട്ടില്ല, ഒരു പദ്ധതിയും തുടങ്ങിയിട്ടില്ല. മൂവാറ്റുപുഴയുടെ പ്രത്യേകത തന്നെ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള പ്രദേശമാണ്. അപ്പോൾ ജില്ലയുടെ കാർഷിക മേഖലയ്ക്ക് ആശ്വാസമേകുന്ന പദ്ധതിയോ മൂവാറ്റുപുഴയിലെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അല്ലെങ്കിൽ മൂവാറ്റുപുഴയിലെ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പ്രയോജനകരമായി മാറേണ്ട പദ്ധതികൾ, റിംഗ് റോഡുകൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ മൂവാറ്റുപുഴയിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PWD റോഡുകൾ പിന്നെ ഉന്നത നിലവാരത്തിൽ നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ മൂവാറ്റുപുഴയ്ക്ക് ഇണങ്ങുന്ന ഒരു പദ്ധതിയും ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിലും മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ മൂവാറ്റുപുഴയിൽ നിന്നുള്ള MLAക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമായ കാര്യങ്ങളിലൊന്നാണ്. കഴിഞ്ഞ 4 ബജറ്റിലും മൂവാറ്റുപുഴയ്ക്കായി ഒരു പുതിയ പദ്ധതി പോലും അനുവദിപ്പിച്ചെടുക്കാൻ MLAക്ക് സാധിച്ചില്ലെന്നും 4 വർഷങ്ങളായി മൂവാറ്റുപുഴയ്ക്ക് ശൂന്യതയാണെന്നും എൽദോ എബ്രഹാം. കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ജനപ്രതിനിധിയായ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ 44 മാസം കൊണ്ട് നാടിനെ പിന്നോട്ട് നടത്തിയെന്നും എൽദോ എബ്രഹാം പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭ 13ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കിഴക്കേക്കര ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR മുരളീധരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും കൺവെൻഷനിൽ തെരഞ്ഞെടുത്തു. മൂവാറ്റുപുഴ നഗരസഭയിലെ 13ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കിഴക്കേക്കര ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർഡ് കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണോ മറ്റൊരു കൗൺസിലർ UDFന്റെ ഭരണസമിതിക്കെതിരായി കൗൺസിൽ ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കേണ്ടി വരുന്ന ഗതികേടുണ്ടാവുകയാണ്. അങ്ങനെ 2 കൗൺസിലർമാരെ ചിത്രമെടുത്ത് പരിശോധിച്ചാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് 13ാം വാർഡ് കൗൺസിലറും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ കൗൺസിലും മൂവാറ്റുപുഴ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ UDFന്റെ ഭരണസമിതിക്കെതിരായി അണിനിരന്നുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്ന പ്രത്യേകതയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വികസന മുരടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഈ ആളുകൾ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ ആളുകൾ, മുനിസിപ്പാലിറ്റിയുടെ തനത് ഫണ്ട് വിനിയോഗിക്കുന്നു വേണ്ടി കഴിയാത്ത ഈ ആളുകൾ മുനിസിപ്പൽ ഭരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഞങ്ങൾ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1 വർഷക്കാലം മുമ്പ് തീരുമാനമെടുത്താൽ ഈ മുന്നണി സംവിധാനം, ഈ ഭരണ സംവിധാനം ഇവിടെ തുടരേണ്ടതില്ല എന്ന് തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ UDFന്റെ അംഗങ്ങളടക്കം LDFനോടൊപ്പം അണിനിരക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും അട്ടിമറി നടത്തിക്കൊണ്ട് ഈ ഭരണസമിതി അട്ടിമറിക്ക് വേണ്ടിയല്ല ഞങ്ങൾ തീരുമാനം
തീരുമാനമെടുക്കുന്നു അറിയിച്ച് ഈ ഗതികേടുകൾ ജനങ്ങൾ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ MLA-മാരായ ജോണി നെല്ലൂർ, എൽദോ എബ്രഹാം, ജനതാദൾ മണ്ഡലം ഭാരവാഹി അഡ്വക്കേറ്റ് എൽദോസ് കൊച്ചുപുരയ്ക്കൽ, ഇമ്മാനുവൽ പാലക്കുഴി, CPIM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു, CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റീന ഷെരീഫിന്റെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി 201-അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും കൺവെൻഷനിൽ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രക്ഷാധികാരികളായി ഗോപി കോട്ടമുറിക്കൽ, PM ഇസ്മായിൽ, മുൻ MLA-മാരായ ജോണി നെല്ലൂർ, എൽദോ എബ്രഹാം എന്നിവരെയും ചെയർമാനായി അഡ്വക്കേറ്റ് എൽദോസ് കൊച്ചുപുരയ്ക്കൽ, സെക്രട്ടറിയായി സജി ജോർജ്, ഖജാൻജിയായി PB അജിത് കുമാർ അടക്കം 75-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഷംസുൽ ഉലാമ ഇസ്ലാമിക് സെന്ററിന്റെ നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ചെയർമാൻ അലി പായപ്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP മുഖ്യാതിഥിയായിരുന്നു. സിയാദ് ചെമ്പടക്കി, K ബഷീർ എടത്തല, MM അലിയാർ മാസ്റ്റർ, കബീർ മുട്ടം, PA ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മൂവാറ്റുപുഴ കലാസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ ഗാനമേളയും അനുസ്മരണവും സംഘടിപ്പിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കലാസ്വാദക സമിതി സൗഹൃദ ഗാനമേള, MT P ജയചന്ദ്രൻ അനുസ്മരണം, ആദരിക്കൽ ചടങ്ങ് എന്നിവ സംഘടിപ്പിച്ചു. കീച്ചേരിപ്പടിയിൽ നടന്ന സമ്മേളനം മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കലാകാരന്മാർക്ക് രൂപം നൽകാൻ സാധ്യതയുള്ള നമ്മുടെ കലാസ്വാദക സമിതി ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടി എന്തുകൊണ്ടും കാലിക പ്രാധാന്യമുള്ളതാണ്. ഈ പരിപാടിയുടെ പ്രധാന അജണ്ടകളിൽ MTയെയും അതുപോലെ ജയചന്ദ്രൻ മാസ്റ്ററെയും എല്ലാം അനുസ്മരിക്കുകയും മൂവാറ്റുപുഴയുടെ യുവാക്കൾക്കൊരു ആവേശമായി മാറിക്കഴിഞ്ഞ നമ്മുടെ ജുൽഫിക്കൊരു സ്വീകരണം കൊടുക്കലും എല്ലാം കൊണ്ടും ഒരു കൊഴുപ്പേകുന്ന ഒരു അജണ്ട ഇവിടെ രൂപപ്പെടുത്തിയെടുത്ത ഇത് സംഘാടകർക്ക് ഞാൻ ആദ്യമായി അഭിനന്ദനം അർപ്പിക്കുക. സമിതി കോർഡിനേറ്ററായ അഷറഫ് ബദരിയ അധ്യക്ഷത വഹിച്ചു. അംബേദ്കർ പുരസ്കാര ജേതാവായ മൂവാറ്റുപുഴ സ്റ്റേഷനിലെ ട്രാഫിക് SI KP സിദ്ദിഖ്, 2025 ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ എറണാകുളമായി തെരഞ്ഞെടുത്ത MM ജുൽഫി എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. നസീർ അലിയാർ പ്ലാമൂട്ടിൽ MT വാസുദേവൻ നായരെയും P ജയചന്ദ്രനെയും അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ PM സലീം, കലാസ്വാദക സമിതി അംഗം ഷാനു പട്ടം, ഡെപ്യൂട്ടി തഹസിൽദാർ മഹേഷ് B തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് മൂവാറ്റുപുഴയിലെ പ്രശസ്ത ഗായകർ അവതരിപ്പിച്ച സൗഹൃദ ഗാനമേളയും അരങ്ങേറി. പേഴിക്കപ്പള്ളി പ്രദേശത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ ആഭിമുഖ്യത്തിൽ വർണ്ണ വനിതാ സാംസ്കാരിക കൂട്ടായ്മ രൂപീകരിച്ചു. രൂപീകരണ യോഗം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് CN കുഞ്ഞുമോൾ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സുലേഖ അലിയാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാൻഡി എബ്രഹാം, സീനത്ത് മീരാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പൂയ മഹോത്സവവും 2025 ഫെബ്രുവരി 2 മുതൽ 11 വരെ. കടാതി മോളയിൽ MM തോമസിന്റെ ഭാര്യ മേരി നിര്യാതയായി. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3-ന് കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടത്തപ്പെടും. പരേത പിറവം വെള്ളൂക്കാട്ടിൽ കുടുംബാംഗമാണ്. മക്കൾ ബിന്ദു ഷോയി, അഡ്വക്കേറ്റ് വിൽസൺ തോമസ്, ബിബിന മേരി തോമസ്. മരുമക്കൾ ഷോയി മാത്യു, മറിയാമ്മ മാത്യു, പരേതനായ റെജി തോമസ്. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.